ഹലോ ഫ്രണ്ട്സ്, അതിന് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഓരോരോ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ എയറിലായിരിക്കും, വിവാദങ്ങളായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിലെ എന്താ പറയുക, നമ്മളൊക്കെ പറയും രാജാവ് എന്നൊക്കെ പറയില്ലേ, ആ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ, ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് എയറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ചായ്വ്, അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് ഏത് വ്യക്തിയോടാണ് കൂടുതൽ ഇഷ്ടം എന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയാക്കിയത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതാണ് ഉണ്ടാവും. അതിന് മുമ്പ് തന്നെ ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സംഖ്യയാണ്, ചാണകമാണ് എന്നൊക്കെ രീതിയിലുള്ള കമൻസ് ഒക്കെ വന്നത്. അതിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ വരാം, ആ ഒരു കമൻ്റ് ഇടും, ഒക്കെ കാര്യമാണ്. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ, അത് രണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കാര്യം. ബിഗ് ബോസിൽ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സൈബർ ബുള്ളിങ് ആണ് വരുന്നത്, ഒരു ബാഡ് കമൻ്റ് ഒക്കെയാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര വിമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ടാവും, രാഷ്ട്രീയമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസന് അങ്ങനെ അവകാശമൊക്കെ ഉണ്ടല്ലോ. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആവാതിരുന്നാൽ മതി എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാടെടുത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കക്ഷിയുടെ ഇഷ്ടം എന്നൊക്കെ ആർക്കും ചോദിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ എല്ലാവർക്കും അവരുടേതായ പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് അതിൽ പോയി ചേർന്നത് എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ഈ വ്യക്തിയുടെ ഇഷ്ടം ആ പാർട്ടിയോടാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അത് തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഖ്യയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ വീഡിയോയിലൂടെ എന്താണ് റോബിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, റോബിൻ്റെ ഇഷ്ടമുള്ള കുറേ അഭിപ്രായങ്ങൾ, ഇഷ്ടമുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം റോബിനുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റുള്ള ഇടത് വലത് രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ രാഷ്ട്രീയ കക്ഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരെ അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും. ഡോക്ടർ റോബിൻ 4 പേര് പറഞ്ഞുകൊണ്ടാണ്, അത് BJPയിലെ പ്രമുഖരായിട്ട് പ്രധാനമന്ത്രി, അതുപോലെ അമിത്ഷാ, കെ സുരേന്ദ്രൻ, അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുമ്പോൾ, ഇപ്പുറത്ത് പിണറായി വിജയൻ്റെ പേര്, നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വലതും ഇടതും രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും റോബിനോട് നീരസം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, അല്ലേ? എന്തായാലും അവർക്ക് അതിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിലിപ്പോൾ റോബിൻ വന്നിട്ട് പറയാണ് എല്ലാ പാർട്ടിയിലും കറപ്ഷൻ ഇല്ലേ, BJPയിൽ മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ശുദ്ധ മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ. ഏതെങ്കിലും BJP നേതാക്കന്മാർ വന്നിട്ട് പറയുമോ ഞങ്ങളുടെ പാർട്ടിയിൽ ഭയങ്കര കറപ്ഷൻ ഉണ്ട്, അത് നിങ്ങളങ്ങ് സഹിച്ചോളൂ, നിങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലോ? അങ്ങനെ ആരും പറയത്തില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ കറപ്ഷൻ ഇല്ല എന്ന് തന്നെ എല്ലാവരും പറയുള്ളൂ. അവിടെ ആണെങ്കിൽ ഒരുപാട് തെളിവുകളാണ് കറപ്ഷൻ ഉണ്ടായിട്ടുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോർത്തിലേക്ക് കേൾക്കുന്നതാണ്. പക്ഷെ കേരളത്തിലെ ഒരു മിനിസ്റ്ററെ പോലും കറപ്ഷൻ്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കറപ്ഷൻ്റെ കാര്യത്തിൽ ഒരാളെ പോലും
ഈ 10 വർഷത്തിനിടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തില് വിശ്വസിക്കുന്ന ആളുകൾക്ക് റോബിന്റെ ഈ ഒരു ഡയലോഗ് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതേപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാരണം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കുറച്ചുകൂടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും കുറച്ച് പ്രബലമായുള്ള ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാം. കാരണം അവരാണ് പ്രതിപക്ഷത്ത് അവിടെ ഇരിക്കുന്നത്, ലോക്സഭയിലൊക്കെ ഇരിക്കുന്നത് അവരാണ്. അപ്പോൾ കേരളത്തിലെ പിന്നെ റോബിൻ ചോദിക്കുന്നുണ്ട് BJP എന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര പുച്ഛം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയല്ലേ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ട് കേരളത്തിൽ BJP നേതാക്കന്മാർ എന്താണ് പറയുന്നത്, കേരളത്തിലത്തെ BJP നേതാക്കന്മാർ എന്താണ് പറയുന്നത്, നിങ്ങൾ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അത് ദേശീയ പാർട്ടിയൊന്നും അല്ല. നിങ്ങൾ ഇവിടെ കേരളത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഹോപ്പുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിങ്ങൾക്ക് എന്താണല്ലോ അവിടെ ഞങ്ങളാണ് എന്ന്. അതായത് ഒരു ചെറിയ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു പുച്ഛമാണ് ഇപ്പോഴും BJP പാർട്ടിക്കും അതുപോലെ തന്നെ വലതുപക്ഷത്തിനൊക്കെ ഈ ഒരു ഇടതുപക്ഷ ഒരു പാർട്ടിയോട് ഉള്ളത്. പക്ഷെ ആ ഇടതുപക്ഷ പാർട്ടി കേരളത്തിൽ ഇത്രയധികം നാള് 10 വർഷത്തോളം ഭരിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അംഗീകരിച്ചിട്ടാണ് ഈ ഒരു പാർട്ടി അധികാരത്തിലേറിയിരിക്കുന്നത്. ഇനി അടുത്ത ഇലക്ഷനിൽ എന്താവും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇടത് വലത് അനുഭാവികൾക്ക് റോബിന്റെ ഈ ഒരു അഭിപ്രായത്തോട് എന്തായാലും നീരസം ഉണ്ടാവും. അതിന് റോബിൻ നീരസപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ഒരു BJP ആണ്, ഞാൻ സംഖ്യയാണ്, അതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നത് ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുറന്നു പറച്ചിലാണ്. ഞാനൊരു സംഖ്യയാണ് കേട്ടോ, ഇപ്പം ഞാനൊരു ഇലക്ഷന് നിൽക്കുകയാണെങ്കിൽ എല്ലാ BJPക്കാരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം കേട്ടോ എന്നുള്ള രീതിയിലാണ് ശക്തമായിട്ട് പറയുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു നിയമസഭ ഇലക്ഷന് അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, BJP ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതൊരു അനൗൺസ്മെന്റ് പോലെയാണ്, ഞാൻ രാഷ്ട്രീയത്തിലൂടെ ഇറങ്ങി എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇന്ന ഒരു പാർട്ടിയോട് ഒപ്പമാണ് എന്നൊക്കെ അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു അനൗൺസ്മെന്റ് പോലെയാണ് ഒരു വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കമൻറ്റ് ഞാൻ പറയട്ടെ, ഇതിനേക്കാളും എത്രയോ കമൻറ്റുകൾ ഇതിനു മുമ്പും റോബിന് എതിരായിട്ട് വന്നിട്ടുണ്ട്. റോബിന് ഇതിനു മുമ്പ് സൈലൻ്റ് ആയിരുന്നു, അദ്ദേഹം കുറേ നാൾ സൈലൻ്റ് ആയിരുന്നതിന് ശേഷം വിവാഹിതനായി. അപ്പോഴൊക്കെ അദ്ദേഹം ഷൗട്ടിങ് കുറച്ചു, അദ്ദേഹം പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഭയങ്കര പോസിറ്റീവ് തിങ്കിങ് ആയിരുന്നു. ഇപ്പം പെട്ടെന്ന് ഈ ഒരു നിലപാടെന്നും പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതിന് പുറകിൽ എനിക്ക് സത്യമായിട്ട് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ നിയമസഭാ ഇലക്ഷൻ ഒരു സീറ്റ് ഇദ്ദേഹത്തിന് ഉറപ്പായിട്ടും കൊടുക്കും. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, K സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. കണ്ടില്ലേ, അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പാർട്ടിയെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാണ്, അദ്ദേഹം അതിൽ നിലയുറച്ച് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്കൊന്നും അതിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം BJPയിൽ വിശ്വസിക്കട്ടെ. ഇടതുപക്ഷത്തിൽ ഇരിക്കുന്ന ആൾക്കാർ തെറി വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ വലതുപക്ഷം ഇടതുപക്ഷത്തിരിക്കുന്നവർ അദ്ദേഹം തെറി വിളിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയിൽ ചേരണം എന്നുള്ളത് ഓരോരുത്തരുടെ നിലപാടുകളാണ്. എന്തായാലും ഡോക്ടർ റോബിൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വെളിപ്പെടുത്തി, എൻ്റെ BJPക്കാരനാണ്, ഞാനൊരു സംഖ്യയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് അതൊരു ഗഡ്സ് ആയിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ അങ്ങനെ തുറന്ന് അധികം പറയാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരാറില്ല. 1-2 ആൾക്കാരൊക്കെയാണ് ശക്തമായിട്ട് പറയുന്നത്, ഞാൻ BJP ആണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ് ആണെന്നൊക്കെ പറയുന്നത്. പക്ഷെ മറ്റുള്ള പല ആൾക്കാരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടി ഉണ്ടാവും, അതിൽ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഡോക്ടർ റോബിൻ ഇങ്ങനെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്, ഞാനൊരു സംഖ്യയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അദ്ദേഹം നിയമസഭ ഇലക്ഷനിൽ ഒരു സീറ്റ് ഉറപ്പിച്ചതായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നിയമസഭ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഡോക്ടർ റോബിൻ്റെ പേരുണ്ടോ എന്ന് നമുക്ക് അപ്പോൾ നോക്കാം അല്ലേ.